ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കേരളോത്സവം തൃശൂർ ജില്ലാ ജേതാക്കളായി. ആരവങ്ങൾ നിറഞ്ഞ കലാകായിക മാമാങ്കത്തിന് അരങ്ങൊഴിയുമ്പോൾ കേരളോത്സവത്തിൽ ജേതാക്കളായി തൃശൂർ ജില്ല. 546 പോയിന്റുമായാണ് തൃശൂർ ജില്ലാ ടീം ഓവറോൾ കിരീടം നേടിയത്. രണ്ടാം സ്ഥാനത്തെത്തിയ കണ്ണൂർ ജില്ല 431 പോയിന്റ് സ്വന്തമാക്കി. 416 പോയിന്റുമായി കോഴിക്കോട് ജില്ലയാണ് മൂന്നാമത്. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനത്തിൽ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ വിജയികൾക്ക് കിരീടങ്ങൾ സമ്മാനിച്ചു. മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൾച്ചർ എന്ന സംസ്കാരമാണ്. ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെ ഗുരുതരമായ പ്രശ്നങ്ങൾ കമ്മ്യൂണിസം തന്നെയാണ്. ഈ കമ്മ്യൂണിസത്തെ എങ്ങനെ കോമ്പാറ്റ് ചെയ്യും? കമ്മ്യൂണിസത്തെ കോമ്പാറ്റ് ചെയ്യാൻ ഒറ്റ കാര്യം കൊണ്ട് മാത്രമേ സാധിക്കൂ. അത് കൾച്ചർ കൊണ്ടാണ്, സംസ്കാരം കൊണ്ടാണ്. സാംസ്കാരിക ഉത്സവങ്ങളാണ് വർഗീയത നേരിടാൻ ഏറ്റവും വലിയ പ്രതിരോധം. ആ പ്രതിരോധമാണ് ബഹുമാനായ സതീശൻപിയുടെ നിർവഹിച്ചത്. രാജ്യം വർഗീയമായി ചെയ്തിരിക്കപ്പെടുന്നു. വർഗീയമായി രാജ്യം ചെയ്തിരിക്കപ്പെടുമ്പം ഈ രാജ്യത്തിന്റെ മഹിതമായ സംസ്കാരം അട്ടിപ്പറിക്കപ്പെടാൻ ശ്രമിക്കുമ്പം അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് സാംസ്കാരിക പ്രവർത്തനമാണ്, സാംസ്കാരികമായ ചെറുത്തുനിൽപ്പാണ്, കൾച്ചറൽ റെസിസ്റ്റൻസ് ആണ്. അതിനാണ് ഈ 3 ദിവസം നിങ്ങൾ നേതൃത്വം കൊടുത്തത്. ഇന്ത്യയെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്ത വസ്ത്രരീതിയുള്ളവർ, വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നവർ, വ്യത്യസ്ത മതങ്ങൾ വിശ്വസിക്കുന്നവർ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ, അവരെല്ലാം യോജിപ്പിക്കുന്നത് ഇന്ത്യ എന്ന ക്യാൻവാസ് ആശയമാണ്. ഇന്ത്യ ഒരു ആശയമാണ്. ഇന്ത്യയിൽ 7 മതങ്ങളുണ്ട്, 7 മുഖ്യധാര മതങ്ങൾ, 10,000-കണക്കിന് ജാതികളുണ്ട്, അതിലേറെ ഉപജാതികളുണ്ട്, വ്യത്യസ്ത ഭാഷകളുണ്ട്, 22 അക്ഷരങ്ങളുണ്ട്, അൽഫബറ്റ്സ്. കലാകായിക വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനത്തോടെ വ്യക്തമായ മുൻതൂക്കം നേടിയാണ് തൃശൂർ ജില്ല കിരീടം സ്വന്തമാക്കിയത്. കലാമത്സരങ്ങളിൽ നിന്നായി 346 പോയിന്റും കായിക വിഭാഗത്തിൽ 172 പോയിന്റുമാണ് നേടിയത്. കാസർഗോഡ് നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദി, കോട്ടയം ചങ്ങനാശ്ശേരി യുവ ക്ലബ്, തൃശൂർ നെട്ടിശ്ശേരി സോക്സർ സിറ്റി FC എന്നിവയാണ് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ ക്ലബ്ബുകൾ. കൊല്ലം സ്വദേശിയായ പി ആനന്ദ് ഭൈരവ് ശർമ്മയാണ് കലാപ്രതിഭ. കാസർഗോഡ് നിന്നുള്ള KV നന്ദന, കൊല്ലത്ത് നിന്നുള്ള R അഭിലക്ഷ്മി, പാർവതി S ഉദയൻ എന്നിവർ കലാതിലകത്തിന് അർഹരായി. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കാസർഗോഡ് സ്വദേശി ഹസൻ ഷമാസു, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വയനാട് നിന്നുള്ള KR അമൃത, V അഞ്ജന എന്നിവരും കായിക പ്രതിഭകളായി. കൊല്ലം സ്വദേശിയായ ശിവപ്രസാദ് P പ്രസാദും പാലക്കാട് സ്വദേശിനി G ഗായത്രിയും യഥാക്രമം പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കായിക പ്രതിഭകളായി. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച യുവജനങ്ങൾക്കുള്ള യുവജനക്ഷേമ ബോർഡിന്റെ സ്വാമി വിവേകാനന്ദൻ യുവപ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. J ജ്ഞാനശരവണൻ കൃഷി, K അൻസിയ സംരംഭകത്വം, K ഐശ്വര്യ കല, അരുണിമ കൃഷ്ണൻ ദൃശ്യ മാധ്യമ പ്രവർത്തനം, R റോഷൻ പത്രപ്രവർത്തനം, പ്രിൻസ് ജോൺ സാഹിത്യം, B മുഹമ്മദ് ഷമീർ സാമൂഹ്യ പ്രവർത്തനം, ഷിനു ചൊവ്വ കായികം, PV അനക കായികം, D ദേവപ്രിയ കായികം എന്നിവർക്കാണ് യുവപ്രതിഭാ പുരസ്കാരങ്ങൾ ലഭിച്ചത്. സംസ്ഥാന ജില്ലാതലങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ക്ലബ്ബുകൾക്കും പുരസ്കാരങ്ങൾ നൽകി. വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ കോതമംഗലം നിവാസികളെയും ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന യുവജനോത്സവം, സംസ്ഥാന കേരളോത്സവം വൻ വിജയമാക്കി തീർത്ത് നിങ്ങൾ സംസ്ഥാന കേരളോത്സവത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപിൽ എഴുതപ്പെട്ട പ്രദേശമായി കോതമംഗലം എന്ന 4 അക്ഷരം മാറിയത്. ഇത് 5 അക്ഷരം. നാളെ കേരളോത്സവത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പം ഏറ്റവും മികച്ച കേരളോത്സവം സംഘടിപ്പിക്കേണ്ട സ്ഥലങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, അത് കോതമംഗലം എന്ന ഈ പട്ടണമാണ്. അത് നിങ്ങൾക്ക് അഭിമാനിക്കാം എന്ന് മാത്രം പറഞ്ഞ് നിങ്ങളെല്ലാം അനുവാദത്തോടും കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.